ഹായ് മക്കളെ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എല്ലാവരും വെക്കേഷനൊക്കെ അങ്ങ് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും. പക്ഷേ നിങ്ങൾ അറിയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ സൈലത്തിൽ ഇതാ +2 ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട്. പലരുടെയും മനസ്സുള്ള സംശയമാണ്, എന്തിനാണ് സാറേ ഈ വെക്കേഷൻ പീരീഡിൽ തന്നെ ക്ലാസ്സുകൾ ആരംഭിക്കുന്നത്? ഞങ്ങളൊന്ന് എൻജോയ് ചെയ്തോട്ടെ, ഇപ്പോൾ പഠിച്ചില്ലെങ്കിൽ ഇപ്പോൾ എന്താ സംഭവിക്കാൻ പോകുന്നത്? ഞങ്ങൾ ആ സ്കൂളൊന്ന് തുറന്ന് ഞങ്ങളൊന്ന് സ്റ്റേബിളായിട്ട് പഠിച്ചാൽ പോരെ എന്നായിരിക്കും കേരളത്തിലുള്ള മെജോറിറ്റി കുട്ടികളുടെയും മനസ്സിലുള്ള ചോദ്യം എന്ന് പറയുന്നത്. പക്ഷേ അത്തരം സംശയമുള്ള കുട്ടികൾ ആദ്യം ചെയ്യേണ്ട പരിപാടി ഞങ്ങളുടെ ജസ്റ്റിഫിക്കേഷനോ ഞങ്ങളുടെ ക്ലാരിഫിക്കേഷനോ ഒന്നും കേൾക്കാൻ നിങ്ങൾ നിൽക്കണ്ട. മറിച്ച് ഈ വരുന്ന മെയ് 18-ാം തീയതി +2 റിസൾട്ട് കാത്തിരിക്കുന്ന നിങ്ങളുടെ സീനിയേഴ്സിനോടൊന്ന് പോയി ചോദിച്ചാൽ മതി. അപ്പോൾ അവർ തന്നെ പറഞ്ഞു തരും, മകനെ അല്ലെങ്കിൽ മകളെ, നിങ്ങളിപ്പോൾ പഠിച്ചിട്ട് കാര്യമില്ല, നിങ്ങൾ വെക്കേഷൻ പീരീഡിലുള്ള ഓരോ ദിവസവും നിങ്ങളിരുന്ന് പഠിക്കണമെന്ന് അവർ തന്നെ നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കോളും. കാരണം എന്ന് പറഞ്ഞാൽ അവരുടെ പരീക്ഷ തന്നെയാണ് അതിൻ്റെ പ്രധാന കാരണം. +2 വിദ്യാർത്ഥികൾ എക്സാം കഴിഞ്ഞപ്പോൾ അവർ ഇൻസ്റ്റാഗ്രാമിലും അവരുടെ എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലും ഇട്ട കമൻറ്റ് എന്ന് പറഞ്ഞാൽ ഫിസിക്സ് കുക്ക്ഡ് വെൽ, കെമിസ്ട്രി ഫ്രൈഡസ്. ഇതാണ് അവരുടെ എല്ലാവരും ഇടുന്ന കമൻറ്റ്. ഇത് കുട്ടികളെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല, കാരണം അവരെ സംബന്ധിച്ച് ഏറ്റവും ബുദ്ധിമുട്ടേറിയ ഒരു ചോദ്യപേപ്പർ ആയിരുന്നു നിങ്ങളുടെ സീനിയേഴ്സിന് +2 ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അത് അവരൊട്ടും എക്സ്പെക്ട് ചെയ്തൊരു ചോദ്യപേപ്പർ അല്ല. കാരണം മോഡൽ എക്സാം എന്ന് പറഞ്ഞ ഒരു സ്പൂൺ ഫീഡിങ് കൈൻഡ് ഓഫ് പരീക്ഷയും പബ്ലിക് എക്സാം എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചൊരു കൊടൂര പരീക്ഷയുമായിരുന്നു. അവർ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത, അവർ കേട്ടുകേൾവി പോലും ഇല്ലാത്ത ക്വസ്റ്റ്യൻസ് ആയിരുന്നു അതിനകത്ത് അവർ കണ്ട ബഹുഭൂരിപക്ഷം ചോദ്യങ്ങളും. സോ ഇത്തരം ക്വസ്റ്റ്യൻസ് അപ്രോച്ച് ചെയ്ത കുട്ടികളായിരുന്നു നിങ്ങളുടെ സീനിയേഴ്സ്. ആ ഒരു പ്രശ്നം അല്ലെങ്കിൽ ആ ഒരു പാളിച്ച നിങ്ങൾക്കൊരാൾക്ക് പോലും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിൽ പലരും വാതോരാതെ മക്കളെ വെക്കേഷൻ പീരീഡിൽ തന്നെ പഠിച്ചു തുടങ്ങണം, അല്ലാതെ നിങ്ങളുടെ സ്കൂൾ തുറക്കാൻ വേണ്ടി നിങ്ങൾ കാത്തിരിക്കരുത് എന്ന് പറയാനുള്ള പ്രധാന കാരണം. ഇപ്പോൾ കെമിസ്ട്രിയും ഫിസിക്സും ബുദ്ധിമുട്ടായിരുന്നു, അതിലെ ഫിസിക്സിന് ഒരു തൂക്കം കൂടുതലാണെന്ന് പറയാനുള്ള പ്രധാന കാരണം ഫിസിക്സ് ആയിരുന്നു നിങ്ങളുടെ സീനിയേഴ്സിൻ്റെ ആദ്യത്തെ പരീക്ഷ. ആദ്യത്തെ പരീക്ഷ തന്നെ പണി തരുമ്പോഴുള്ളൊരു അവസ്ഥ നിങ്ങൾ ആലോചിക്കണം. കാരണം അവരുടെ കോൺഫിഡൻസ് അങ്ങ് തകിടം മറിയുകയാണ്. ആ കോൺഫിഡൻസ് വെച്ചാണ് ബാക്കിയുള്ള പരീക്ഷകളെല്ലാം അവർ അപ്രോച്ച് ചെയ്യുന്നത്. അതിനുശേഷം തുടർന്ന് വരുന്ന കെമിസ്ട്രി അതിനേക്കാളും വലിയ പണിയായിരുന്നു അവരെ സംബന്ധിച്ച്. സോ ഇത്രയും ബുദ്ധിമുട്ടേറിയ ഒരു അക്കാഡമിക് ഇയർ ആയിരുന്നു നിങ്ങളുടെ സീനിയേഴ്സിന് ഉണ്ടായിരുന്നത്. സോ അത് ഒരിക്കലും നിങ്ങൾക്കുണ്ടാവാൻ പാടില്ല. നിങ്ങൾ തുടക്കം മുതൽ പഠിച്ചു തുടങ്ങണം. വെക്കേഷൻ പീരീഡിലുള്ള ഓരോ ദിവസവും വിലപ്പെട്ടതാണ്. അതൊരിക്കലും നമുക്ക് വീണ്ടെടുക്കാൻ സാധിക്കില്ല. സമയം പോയാൽ അത് പോയത് തന്നെയാണ്. അത് ഏറ്റവും എഫക്റ്റീവായി യൂട്ടിലൈസ് ചെയ്യണം. അറ്റ്ലീസ്റ്റ് ഒരു ചാപ്റ്റർ എങ്കിലും എല്ലാ സബ്ജക്റ്റിലെയും നിങ്ങൾ ഈ വെക്കേഷൻ സമയത്തിരുന്ന് പഠിച്ചിരിക്കണം. ആ ഓരോ ചാപ്റ്റേഴ്സും പഠിച്ച കോൺഫിഡൻസോടുകൂടി വേണം നിങ്ങൾ +2 സ്കൂളിലോട്ട് കയറി ചെല്ലാൻ വേണ്ടിയിട്ട്. അല്ലാതെ ഒന്നും അറിയില്ല, എനിക്ക് എന്താന്ന് +2 എന്ന് പോലും അറിയാത്ത ഒരു കുട്ടിയാവരുത് നിങ്ങളെല്ലാവരും. നിങ്ങൾ ഒരു ചാപ്റ്റർ പഠിച്ചൊരു കോൺഫിഡൻസിലെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ക്ലാസ് റൂമുകളിലോട്ട് കയറി ചെല്ലാം. ടീച്ചർ ആദ്യത്തെ ചാപ്റ്റർ തുടങ്ങുമ്പോൾ ആ ചാപ്റ്ററിനകത്തുള്ള മുഴുവൻ കോൺസെപ്റ്റുകളും എല്ലാ പോസിബിൾ ക്വസ്റ്റ്യൻസും എല്ലാം കാര്യങ്ങളും പഠിച്ചിരിക്കുന്ന ഒരു കുട്ടി എന്ന ലെവലിലായിരിക്കണം നിങ്ങൾ ക്ലാസ് റൂമുകളിലെ ബെഞ്ചിൽ ഇരിക്കേണ്ടത്. സോ അതിനുള്ള എല്ലാ കാര്യവും സൈലത്തിൽ സജ്ജമായി കഴിഞ്ഞു. കാരണം ഫിസിക്സിൻ്റെ 1ാമത്തെ ചാപ്റ്റർ നമ്മൾ ഇന്നു മുതൽ പഠിച്ചു തുടങ്ങാൻ പോവുകയാണ്. ഇലക്ട്രിക് ചാർജ് ആൻഡ് ഫീൽഡ്സിൻ്റെ 1ാമത്തെ പാർട്ട് ലൈവ് ഇന്ന് നമുക്ക് യൂട്യൂബിലും പാരലി ആപ്പിലും ഉണ്ടായിരിക്കും. നാളെ അതിൻ്റെ 2nd പാർട്ട് ലൈവ് കംപ്ലീറ്റ്ലി ആപ്പിൽ മാത്രമായിരിക്കും ഉണ്ടാവുക. സോ ആ രീതിയിൽ നമ്മുടെ ആപ്പിനകത്തുള്ള അഗ്നി ബാച്ചിനകത്തുള്ള ക്ലാസ്സുകൾ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. സോ നിങ്ങൾ ലേറ്റ് ആവുകയാണെങ്കിൽ നിങ്ങൾ മാത്രമാണ് ലേറ്റ് എന്ന ബോധ്യം നിങ്ങൾക്ക് വേണം. കാരണം നിങ്ങളുടെ മുന്നേ തന്നെ ആയിരക്കണക്കിന് 10,000-കണക്കിന് വിദ്യാർത്ഥികൾ കറണ്ട്ലി നമ്മുടെ അഗ്നി ബാച്ചിനകത്ത് അഡ്മിഷൻ എടുത്ത് പഠിച്ചു തുടങ്ങിയിരിക്കുന്നു. ആ ഒരു തിരിച്ചറിവ് ഈ മൊമെന്റിലെങ്കിലും നിങ്ങൾക്ക് ഓരോരുത്തർക്കും വരണമടാ മക്കളെ. ഇനിയും ലേറ്റ് ആക്കരുത്. ഉടൻ തന്നെ അഗ്നി ബാച്ചിനകത്ത് അഡ്മിഷൻ എടുത്ത് പഠിച്ചു തുടങ്ങുക. +2 നമ്മൾ എന്തായാലും തകർത്തിരിക്കും. +1 പോലെ തന്നെ +2 ഫിസിക്സും ഏറ്റവും മികച്ചതാക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും സൈലത്തിലെ ഓരോ ടീച്ചേഴ്സും സ്വരുക്കൂട്ടി കഴിഞ്ഞു, തയ്യാറാക്കി കഴിഞ്ഞു. നിങ്ങൾ അങ്ങ് വന്നാൽ മാത്രം മതി. സോ മക്കളെ, അഗ്നി ബാച്ചിൽ കണ്ടുമുട്ടാം.